ഹലോ. അപ്പോൾ ഒരു വ്ളോഗ് ഇടണമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് അതിന് തുടക്കം കുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുന്ദരനൊരു വളയുടെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മേടിക്കാനെ കൊണ്ട് പോവാ. അപ്പോൾ നമ്മുടെ മിനി വ്ളോഗും ആയി. പക്ഷെ ഭയങ്കര വെയിൽ ഗൈസ്, ഭയങ്കര വെയിൽ, ഒടുക്കത്തെ വെയിൽ. വെയിൽ കാരണം എനിക്ക് മേപ്പോട്ടൂടെ നോക്കാൻ വയ്യ. സൂര്യ ഇടപെടാതടാ ഇടപെടാതടാ. ഭയങ്കര വെയിലാണ് ഗൈസ്. ഈ സൂര്യൻ ഇങ്ങാതിരി ഇടപെടലാണ്. പക്ഷെ മരച്ചില്ലകളുടെ ഇടയിലോട്ട് ചെല്ലുമ്പോൾ നല്ല ആശ്വാസമാണ്. മരച്ചില്ലകൾ മാറിക്കഴിയുമ്പോൾ വീണ്ടും എനിക്ക് കണ്ണ് തുറക്കാൻ വയ്യ. ഒടുക്കത്തെ വെയിൽ. പാൽസർബത്തിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, കുടിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ചേട്ടനോട് ആ കാര്യം പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഓക്കെ, ഇത് കടയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഹായ് പാൽസർബത്ത്. പറഞ്ഞു കേട്ടോ, ഞാൻ ശല്യമാണ്, യൂട്യൂബർ ശല്യമാണെന്ന്. വളർന്നു വരുന്ന യൂട്യൂബറിനെ ഇങ്ങനെയൊക്കെ പറയാമോ? നമ്മുടെ ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാധനം. ഇട്ടിട്ടുള്ള വീഡിയോ എടുക്കാമെന്ന് വെച്ച് ഞാൻ ഇരുന്നതാണ്. പക്ഷേ ഇച്ചി മുള്ളാൻ പോയപ്പോഴത്തേന് രാജേഷ് സാർ അത് പാക്ക് ചെയ്യിപ്പിച്ചതേ ബില്ലടിയും കഴിഞ്ഞു. ഇനി എങ്ങനെയും ഇടിയിച്ചൊരു വീഡിയോ എടുക്കാം. അതാണ്ട് കിടക്കുന്നു. ചിരിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് നോക്കി ചിരിക്കും. ചേടാ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഡ്രസ്സൊക്കെ മാറിയിട്ട് ചെറിയൊരു ഉത്സവത്തിലോട്ട് പോവാണേ. സ്ഥലം എങ്ങോട്ടാന്ന് അറിയില്ല, പക്ഷെ തപ്പി പിടിച്ച് പോണം. കാലുണ്ട് മാറിയിടാ. ആ നഖം പോയതോടെല്ലാം മാറി. പോയി കഴിയുമ്പോൾ കുളിക്കുമ്പോൾ രണ്ടു ദിവസം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലോണം നേരെ പുതിയ നഖവും കിട്ടും. അവിടെ ചോദിച്ചു വന്നു പെണ്ണ് കണ്ടായിരുന്നു. നിനക്ക് എവിടത്തെയാണ് പെണ്ണില്ലാത്ത? ഇവിടെ ഒരു കല്യാണം കഴിച്ച് എനിക്ക് മുന്നേ എത്ര അടുത്താ പെണ്ണ് കാണാൻ പോയെ. ആനേടിയിൽ ചൂരനാട് കറക്റ്റാണ്. അവസാനം എന്റെ തലയിലായി. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ടോ? എന്ത് സൗണ്ട്? ചെണ്ട ഇല്ലടാ. വഴി കറക്റ്റ് ആണോ? ഗൂഗിൾ മാപ്പ് ഇടണോ? എടാ നീ ഇവിടെ വീണേന്നും കൂടെ എന്നെ ഒന്ന് കാണിക്കണേ. അങ്ങ് വരെ പകരം വരെ നമ്മൾ പോകത്തില്ലല്ലേ? കണ്ടു കഴിഞ്ഞാൽ നീ വിചാരിക്കും ഇത്രയും പറ്റില്ല. ഇന്നലെ സുന്ദരൻ സിഗ്നൽ ബോർഡിന്റെ മേടി വീണു. അതിന്റെ കഥയാണ് ഇപ്പൊ കേട്ടത്. ഇതാണ് പരിപ്പ്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ പോയാൽ കറക്റ്റ് സ്ഥലം എത്തും. എത്തി ഗൈസ്. ദേ ഫസ്റ്റ് ഒരു ഇത് കണ്ടു. ഇനി അങ്ങോട്ടും പോകുമ്പോൾ ഒരുപാട് കാണാം. അടിയും വഴക്കും ഇല്ലാത്ത ഉത്സവമോ ലോൽ അവിടെ അടി നടക്കുവാണ്. അമ്മ വാ ചന്തി മാറ്റം ഇങ്ങോട്ട് കൊണ്ടുപോകും. ക്യാമറ എന്താണ് ചന്തിയുടെ പുറകെ പോന്നേ? അച്ഛൻ നമ്മുടെ പ്രൊഡക്ഷൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നത്. ഡാൻസ് തുടങ്ങിയാൽ പിന്നെ തുടങ്ങിയതാണ് ഗൈസ്. ഹായ് നല്ല മുക്ക്. ജീവനും കൊണ്ടുപോയി. തുടങ്ങിയാൽ പിന്നെ തുടങ്ങിയതാണ് ഗൈസ്. പക്ഷേ സമയമാവുമ്പോൾ ഡാൻസ് കളിക്കത്തില്ല. ഇത് ഇപ്പം കണ്ടോണേ.
ദേ ഇതാണ് ഞാൻ പറഞ്ഞ ആ സംഭവം. ഡാൻസ് കളിക്കേണ്ട സമയമായപ്പം കുനിഞ്ഞ് ഷൂവിൻ്റെ അളവ് നോക്കുവാണ്. ഹായ് പലതരം വെള്ളച്ചപ്പൽ. ഇൻട്രോവേർട്ടാണ് എൻ്റെ കൊച്ച്. ദേ ആ വരുന്ന കുട്ടികളാണ് കേട്ടോ നല്ലപോലെ ഡാൻസ് കളിച്ചേ. പരമേശ്വരന്റെ അനുഗ്രഹത്താൽ ദേവി ലംബനെയും നിശുംബനെയും വധിക്കുന്നു. ആ അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി. ഇതെന്താണ് കൈകൂപ്പുന്നത്? ഓ ഓ ഇതുവരെ പോയില്ലയോ? വെറുതെ അല്ല, അമ്പൂറ്റി അല്ലേ? ആ അതെ, ഇപ്പൊ ഒരു ചരിഞ്ഞ മോഹൻലാൽ പോവും. അതാ പോകുന്നു. സവാരി ഗിരി ഗിരി ഗിരി. ഹായ് കുളിസീൻ. ഗണപതിയെ കുളിപ്പിക്കാൻ കേട്ടോ. മുരുകൻ ഡാൻസാ. ആഹാ അച്ഛനും ഉണ്ടല്ലോ. ഗൗരിച്ചുട്ടി കൈ കൂപ്പി കൂപ്പി കുഴഞ്ഞു ഗൈസ്. അങ്ങനെ വീട്ടിൽ കൊണ്ടുറക്കിയിട്ട് വീടിനടുത്തൊരു അമ്പലത്തിൽ ഗാനമേള കേൾക്കാൻ വന്നയാ. സുന്ദരൻ എന്തോ പറഞ്ഞത് സത്യത്തിൽ ഞാൻ കേട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ ആന്ന് മൂളി കൊടുത്തു. ഇല്ലെങ്കിൽ മുട്ടുകാർ തല്ലി ഓടിക്കും എൻ്റെ. ഇതേ കണ്ടോ? മംഗലശ്ശേരി നീലകണ്ഠ. ഞാൻ എന്തിനാ എൻ്റെ കണവനെ സുന്ദരാന്ന് വിളിക്കുന്നതെന്നല്ലേ? എന്നെക്കാട്ടിലും സുന്ദരനാണ്. ഇതാ കണ്ടോ? ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. അങ്ങനെ ആ സന്തോഷവും കുറച്ച് നിമിഷത്തേനേ ഉള്ളായിരുന്നു. വീട്ടിൽ നിന്ന് കോള് വന്നു. ഗൗരി ചുട്ടി ഉണർന്നു. അങ്ങനെ സുന്ദരൻ എന്നെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് പാട്ട് കേൾക്കാൻ പോയേക്കുക. അപ്പം ഞാനൊന്ന് ഉറങ്ങട്ടെ. ഞാൻ ഉറങ്ങി എണീക്കപ്പോഴത്തേനെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഗുഡ് നൈറ്റ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും കൂടെ തന്നേക്കണേ. അപ്പം ശരി.